Hello dears, welcome back to ISK English. Hello dear students. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് റൊമാൻറ്റിക് മൂവ്മെൻറ്റിൻ്റെ ചില ഫീച്ചേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ റൊമാൻറ്റിക് മൂവ്മെൻറ്റ് എന്ന വിഷയത്തിൽ നമ്മളൊരു എസ്സേ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ റൊമാൻറ്റിക് മൂവ്മെൻറ്റിൻ്റെ ഫീച്ചേഴ്സ്, അപ്പോൾ നമ്മൾ ആ എസ്സേയിൽ ജസ്റ്റ് ആ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ചില എക്സാമിനൊക്കെ ആ ഫീച്ചേഴ്സ് പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ആ ഫീച്ചേഴ്സ് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാണ്. അതിൻ്റെ കൂടെ തന്നെ മറ്റു ചില ഒന്ന് രണ്ട് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് നേരെ നമ്മളെ ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ എന്താ നമ്മളെ ക്വസ്റ്റ്യൻ? വാട്ട് ആർ ദ മേജർ ഫീച്ചേഴ്സ് ഓഫ് ദ റൊമാൻറ്റിക് മൂവ്മെൻറ്റ്? റൊമാൻറ്റിക് മൂവ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെയാണ്? അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് വീഡിയോ, അതായത് റൊമാൻറ്റിക് മൂവ്മെൻറ്റ് എന്താണെന്നും അതുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങളും ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവണം അല്ലേ? കാരണം അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ അല്ലേ, അതിൻ്റെ ഒരു തുടർച്ചയല്ലേ. അപ്പോൾ കാണാത്ത ആളുകൾ ആ ഒരു ക്ലാസ് കണ്ടതിന് ശേഷം വേണം എന്ത് ചെയ്യാൻ, ഈ ഒരു ക്ലാസ് കാണാൻ കേട്ടോ. ഇനി നോക്കൂ, സം ഓഫ് ദി മേജർ ഫീച്ചേഴ്സ് ഓഫ് ദ റൊമാൻറ്റിക് മൂവ്മെൻറ്റ് ആർ. റൊമാൻറ്റിക് മൂവ്മെൻറ്റിൻ്റെ ചില പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ഇവയൊക്കെയാണ്. ഒന്നാമത്തേത് എ റിയാക്ഷൻ എഗെയിൻസ്റ്റ് നിയോ ക്ലാസിസം. ഒന്നാമത്തെ പ്രത്യേകത അതാണ്. അതായത് ഈ ഒരു റൊമാൻറ്റിക് മൂവ്മെൻറ്റ് എന്നുള്ളത് നിയോ ക്ലാസിസത്തിനുള്ള ഒരു റിയാക്ഷൻ, അവരോടുള്ള ഒരു പ്രതികരണമാണ്. അപ്പോൾ നമ്മൾ അവിടെ ആ വീഡിയോയിൽ പറയുന്നുണ്ട് എന്താണ് നിയോ ക്ലാസിസം അല്ലെ. നിയോ ക്ലാസിസം നമ്മൾ മുൻപൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോക്കൂ എന്തൊക്കെയാണ് ഇവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, റൊമാൻറ്റിസിസം റിജക്റ്റഡ് ദ നിയോ ക്ലാസിക്കൽ എംഫേസിസ്. നിയോ ക്ലാസിക്കൽ പീരീഡ് അല്ലെങ്കിൽ നിയോ ക്ലാസിക്കൽ റൈറ്റേഴ്സ് ഊന്നൽ കൊടുത്തിരുന്ന കാര്യങ്ങൾ, ആ കാര്യങ്ങളെ റൊമാൻറ്റിസിസം റിജക്റ്റ് ചെയ്തു, എതിർത്തു. എന്തെല്ലാം കാര്യങ്ങളാണ് നിയോ ക്ലാസിക്കൽ എംഫേസിസ്, നിയോ ക്ലാസിക്കൽ റൈറ്റേഴ്സ് ഊന്നൽ കൊടുത്തിരുന്നത്? എന്തൊക്കെയാ? ഓൺ റൂൾസ്, ഓർഡർ ആൻഡ് കൺവെൻഷൻ. അതായത് ലിറ്ററേച്ചറിൽ അല്ലെങ്കിൽ ആർട്ടിൽ മൂന്ന് കാര്യങ്ങൾക്കാണ് അവർ ഊന്നൽ കൊടുത്തത്. ഒന്ന് റൂൾസ് ഫോളോ ചെയ്യണം, അതുപോലെ തന്നെ ഓർഡർ, അതുപോലെ തന്നെ കൺവെൻഷൻ, പാരമ്പര്യം, ഓർഡർ, ക്രമം. അപ്പോൾ ഈ ഒരു മൂന്ന് കാര്യങ്ങൾക്കുമാണ് അവരൊരു പ്രത്യേക ശ്രദ്ധ ഊന്നൽ കൊടുത്തത്. എന്നാൽ ഈ മൂന്ന് കാര്യങ്ങളെയും റൊമാൻറ്റിക് റൈറ്റേഴ്സ് ഓർ റൊമാൻറ്റിസിസം റിജക്റ്റ് ചെയ്തു. എന്നാൽ ഇൻസ്റ്റഡ്, ഇതിന് പകരം റൊമാൻറ്റിക് റൈറ്റേഴ്സ് ഊന്നൽ കൊടുത്തത് എന്തിനാ? ഇൻസ്റ്റഡ് ഓഫ് മോർ, ഇവർ കൂടുതലായിട്ട് ശ്രദ്ധ കൊടുക്കുന്നത് ലാവിഷ് ഡിക്ഷൻ. അപ്പോൾ ഇൻസ്റ്റഡ് ഓഫ്, അപ്പോൾ പകരം, എന്തിനു പകരം? ഇൻസ്റ്റഡ് ഓഫ് ദ മോർ ലാവിഷ് ഡിക്ഷൻ ആൻഡ് തീംസ്. അതായത് നിയോ ക്ലാസിക്കൽ റൈറ്റേഴ്സ് പറയുന്ന പോലെ തന്നെ തീമിനും അതുപോലെ തന്നെ ഡിക്ഷൻ വളരെ ലാവിഷ് ആയിട്ടുള്ള, ലാവിഷ് ഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് അലങ്കാരങ്ങളുള്ള പ്രത്യേകമായ ഒരു ഭാഷ, അത്തരം ഒരു ഭാഷയ്ക്ക് പകരം ഫേവേർഡ് ബൈ നിയോ ക്ലാസിക്കൽ റൈറ്റേഴ്സ്. ഇതൊക്കെയാണ് ആര് ഇഷ്ടപ്പെട്ടിരുന്നത്? നിയോ ക്ലാസിക്കൽ റൈറ്റേഴ്സ് ഇഷ്ടപ്പെട്ടിരുന്നത്. എന്നാൽ ഇൻസ്റ്റഡ് ഓഫ്, ഇതിനു പകരം റൊമാൻറ്റിക് റൈറ്റേഴ്സ് ടേൺഡ് ദെയർ അറ്റൻഷൻ. റൊമാൻറ്റിക് റൈറ്റേഴ്സ് അവരുടെ ശ്രദ്ധ തിരിച്ചത് എന്തിലേക്കാ? ടു കോമൺ ലൈഫ്, പൊതുജീവിതം, സാധാരണക്കാരൻ്റെ ജീവിതം, ഓർഡിനറി ലൈഫ് ആൻഡ് ഓർഡിനറി പീപ്പിൾ. സാധാരണക്കാരൻ്റെ ജീവിതവും സാധാരണക്കാരൻ്റെ ലാംഗ്വേജും, ഇതിലേക്കാണ് അവർ ശ്രദ്ധ തിരിച്ചത്. അല്ലാതെ നിയോ ക്ലാസിക്കൽ റൈറ്റേഴ്സ് ഫേവർ ചെയ്തിരുന്ന, അവരുടെ ഫേവേർഡായിരുന്ന, ഇഷ്ടപ്പെട്ടിരുന്ന തീംസോ ലാവിഷ് ഡിക്ഷനോ, അതായത് ഒരുപാട് അലങ്കാരങ്ങളൊക്കെയുള്ള പ്രത്യേകമായിട്ടുള്ള ഭാഷയോ റൊമാൻറ്റിക് റൈറ്റേഴ്സ് ശ്രദ്ധ കൊടുത്തില്ല. അതിനു പകരം റൊമാൻറ്റിക് റൈറ്റേഴ്സ് ശ്രദ്ധ കൊടുത്തത് കോമൺ ലൈഫിനാണ്. മോർ ഇമ്പോർട്ടൻസ് വാസ് ഗിവൻ ടു സ്പോണ്ടാനിറ്റി ആൻഡ് ഒറിജിനാലിറ്റി. ഈ രണ്ട് കാര്യങ്ങൾക്കാണ് റൊമാൻറ്റിക് റൈറ്റേഴ്സ് ശ്രദ്ധ കൊടുത്തത്. ഒന്ന് സ്പോണ്ടാനിറ്റി, അതായത് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രീ പ്ലാൻഡ് ആവരുത്, അതിങ്ങനെ സ്പോണ്ടാനിയസ് ആയിട്ട് ക്രിയേറ്റീവ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം. അപ്പോൾ സ്പോണ്ടാനിറ്റി, അതുപോലെ തന്നെ ഒറിജിനാലിറ്റി. നമുക്കത് കാണുമ്പോൾ
അതായത് സാധാരണക്കാരൻ്റെ ജീവിതത്തെ കഥയാക്കി എടുക്കുമ്പോൾ അതിനൊരു ഒറിജിനാലിറ്റി കിട്ടണമെങ്കിൽ എന്തു വേണം? ഒരുപാട് ലാവിഷ് ആയിട്ടുള്ള അലങ്കാരങ്ങളുള്ള പോളിഷ്ഡ് ആയിട്ടുള്ള ഒരു ഭാഷയല്ല വേണ്ടത്. അതിന് അവൻ്റേതായിട്ടുള്ള ഒരു ഭാഷ വേണം. ആ ഭാഷ കൊടുക്കുമ്പോഴേ അതിനൊരു സ്പോണ്ടാനിറ്റി കിട്ടുള്ളൂ. ഇതിനാണ് ഇവർ പ്രാധാന്യം കൊടുത്തത്. എന്തിനേക്കാൾ? ദാൻ ടു ദ ഇമിറ്റേഷൻ ഓഫ് ക്ലാസിക്കൽ ലിറ്ററേച്ചർ. അതായത് നിയോ ക്ലാസിക്കൽ റൈറ്റേഴ്സ് അവർ ക്ലാസിക്കൽ ലിറ്ററേച്ചറിനെ ഫോളോ ചെയ്യുന്നതിനാണ് അവർ പ്രാധാന്യം കൊടുത്തത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അല്ലെങ്കിൽ അതിനെ എതിർത്തിട്ട് റൊമാൻറ്റിക് റൈറ്റേഴ്സ് സ്പോണ്ടാനിറ്റിക്കും ഒറിജിനാലിറ്റിക്കുമാണ് പ്രാധാന്യം കൊടുത്തത്. രണ്ടാമത്തെ പോയിന്റ്, എംഫസിസ് ഓൺ ഇമാജിനേഷൻ. റൊമാൻറ്റിക് റൈറ്റേഴ്സ് എംഫസൈസ് ചെയ്തത്, സ്ട്രെസ് ചെയ്തത്, ഇമ്പോർട്ടൻസ് കൊടുത്തത് ഇമാജിനേഷൻ ആയിരുന്നു, സങ്കല്പം. Romantic writers considered imagination to be a powerful tool of the human mind. റൊമാൻറ്റിക് റൈറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇമാജിനേഷൻ എന്ന് പറയുന്നത് ഒരു മോശ വസ്തുവല്ല, പകരം പവർഫുൾ ടൂൾ ഓഫ് ദ ഹ്യൂമൻ മൈൻഡ്. മനുഷ്യ മനസ്സിൻ്റെ ശക്തമായിട്ടുള്ള ടൂളാണത്. ഹ്യൂമൻ മൈൻഡിൻ്റെ ശക്തമായിട്ടുള്ള ഒരു ടൂള്, ഒരു ഉപകരണമായിട്ടാണ് റൊമാൻറ്റിക് റൈറ്റേഴ്സ് ഇമാജിനേഷനെ കണ്ടത്. ഇറ്റ് വാസ് ഡിഫൈൻഡ് ആസ്, ഇമാജിനേഷനെ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്തത്. എന്താണ് ഇമാജിനേഷൻ? ആസ് ദ ഓപ്പോസിറ്റ് ഓഫ് ഇൻ്റലക്റ്റ്. ഇൻ്റലക്റ്റിൻ്റെ, അതായത് നമ്മൾ പറയില്ലേ ഭയങ്കര ഇൻ്റലക്റ്റ്, ബുദ്ധിജീവി എന്ന് പറയില്ല, ആ ഇൻ്റലക്റ്റിൻ്റെ ഓപ്പോസിറ്റ് ആണ് എന്ത്? ഇമാജിനേഷൻ. ദ ക്രിട്ടിക്കൽ റൈറ്റിംഗ്സ് ഓഫ് വേർഡ്സ്വർത്ത്, കോൾറിഡ്ജ് ആൻഡ് ഷെല്ലി, കോൾറിഡ്ജ്, അതുപോലെ തന്നെ വേർഡ്സ്വർത്ത്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് വേർഡ്സ്വർത്തും അതുപോലെ തന്നെ കോൾറിഡ്ജും കൂടിയിട്ട് പബ്ലിഷ് ചെയ്ത ലിറിക്കൽ ബാലഡ്സ് ആയിരുന്നു എന്ത്? റൊമാൻറ്റിസിസത്തിൻ്റെ മാനിഫെസ്റ്റോ എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ? വേർഡ്സ്വർത്തിൻ്റെയും കോൾറിഡ്ജിൻ്റെയും ഷെല്ലിയുടെയും ക്രിട്ടിക്കൽ റൈറ്റിംഗ്സ്, ഇവരുടെ നിരൂപണപരമായിട്ടുള്ള എഴുത്തുകളും ഡിസ്കസ്ഡ് ദ പവർ ഓഫ് ഇമാജിനേഷൻ ടു ക്രിയേറ്റ് ആൻഡ് ഷേപ്പ് റിയാലിറ്റി. ഇവരുടെ വർക്കുകളിൽ നമുക്ക് ഇമാജിനേഷൻ്റെ പവറിനെ കുറിച്ച് ഇവർ ഡിസ്കസ് ചെയ്യുന്നത് കാണാൻ പറ്റും. ഇമാജിനേഷൻ്റെ പവർ, എന്തിനുള്ള പവർ? ടു ക്രിയേറ്റ് ആൻഡ് ഷേപ്പ് റിയാലിറ്റി. റിയാലിറ്റിയെ ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ റിയാലിറ്റിയെ ഷേപ്പ് ചെയ്യുക. അപ്പോൾ റിയാലിറ്റിയെ ഷേപ്പ് ചെയ്യുക, റിയാലിറ്റിയെ ക്രിയേറ്റ് ചെയ്യാൻ ആർക്ക് കഴിയും? അതിനൊരു പവർ ഇമാജിനേഷൻ ഉണ്ട്. അതിനെക്കുറിച്ചാണ് ഷെല്ലിയുടെയും വേർഡ്സ്വർത്തിൻ്റെയും കോൾറിഡ്ജിൻ്റെ ഒക്കെ ക്രിട്ടിക്കൽ റൈറ്റിംഗ്സ് പറയുന്നത്. മൂന്നാമത്തേത് വരുന്നത് റെപ്രസെൻറ്റേഷൻ ഓഫ് നേച്ചർ എന്നുള്ളതാണ്. അതായത് റൊമാൻറ്റിസിസത്തിൻ്റെ തേർഡ് ഫീച്ചർ, മൂന്നാമത്തെ ഫീച്ചർ, സവിശേഷതയാണ് എന്ത്? റെപ്രസെൻറ്റേഷൻ ഓഫ് നേച്ചർ. പ്രകൃതിയെ എങ്ങനെ പ്രതിനിധീകരിക്കുന്നു? The romantic writers paid attention to the representation of nature in their works. റൊമാൻറ്റിക് റൈറ്റേഴ്സ് അവരുടെ വർക്കുകളിൽ പ്രകൃതിയെ റെപ്രസെൻ്റ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ പ്രകൃതിയെ കാണിക്കുന്നതിന് ഒരു പ്രത്യേക പ്രാധാന്യം നൽകിയിരുന്നു. നേച്ചർ വാസ് പ്രസൻറ്റഡ് ആസ് എ സോഴ്സ് ഓഫ്, ഇവരുടെ വർക്കുകളിൽ ഇവർ പ്രകൃതിയെ പ്രസൻറ്റ് ചെയ്തത് ആസ് എ സോഴ്സ് ഓഫ് സ്പിരിച്വൽ റിന്യൂവൽ ഇൻ ദെയർ വർക്ക്സ്. അപ്പോൾ ഇവരുടെ വർക്കുകളിൽ പ്രകൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ആത്മീയമായിട്ടുള്ളൊരു ഉണർവാണത്. അത് ആത്മീയമായിട്ടുള്ളൊരു റിന്യൂവൽ, അതൊരു പുതുമയാണത്, അതൊരു റിവൈവലാണ്. അപ്പോൾ എന്തായിട്ടാണ് ഇവർ പ്രകൃതിയെ കണ്ടത്? ആസ് എ സോഴ്സ് ഓഫ് സ്പിരിച്വൽ റിന്യൂവൽ, ഒരു ആത്മീയമായിട്ടുള്ള ഉണർവിൻ്റെ സോഴ്സ്. പ്രകൃതി നമുക്ക് ആത്മീയത നൽകും, അതിൻ്റെ ഒരു സോഴ്സ് സ്പിരിച്വൽ റിന്യൂവൽ, നമ്മളിലെ സ്പിരിച്വാലിറ്റിയെ റിന്യൂ ചെയ്യാം. കാരണം അത് അത്യാവശ്യമാണല്ലോ, എന്നാലേ നമ്മളിൽ ആ ഒരു മാനുഷികത നിലനിൽക്കുള്ളൂ. അതിൻ്റെ ഒരു സോഴ്സ് ആയിട്ടാണ് റൊമാൻറ്റിക് റൈറ്റേഴ്സ് നേച്ചറിനെ പ്രസൻറ്റ് ചെയ്യുന്നത്. ആക്യുറേറ്റ് ഡിസ്ക്രിപ്ഷൻ ഓഫ് നേച്ചുറൽ ഫിനോമിന,
പ്രകൃതി പ്രതിഭാസങ്ങളെ കൃത്യമായിട്ട് വിശദീകരിക്കാം. ആക്യുറേറ്റ് ഡിസ്ക്രിപ്ഷൻ, കൃത്യമായ വിശദീകരണം ഓഫ് നേച്ചുറൽ ഫിനോമിന, പ്രകൃതി പ്രതിഭാസം, പല പ്രകൃതി പ്രതിഭാസങ്ങളുണ്ട്, ഇവയെ കൃത്യമായിട്ട് വിശദീകരിക്കുക. അതുപോലെ തന്നെ നേച്ചുറൽ ബ്യൂട്ടി, പ്രകൃതി ഭംഗിയെയും ആൻഡ് ദ അപ്പീൽ ഓഫ് നേച്ചർ ടു ദ സെൻസസ്, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ, നമ്മുടെ സെൻസുകളെ എങ്ങനെ പ്രകൃതി അപ്പീൽ ചെയ്യുന്നു, എങ്ങനെ സ്വാധീനിക്കുന്നു, ഈ മൂന്ന് കാര്യങ്ങളെ ആർ ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട്സ് ഇൻ റൊമാൻറ്റിക് ലിറ്ററേച്ചർ. ഈ മൂന്ന് കാര്യങ്ങൾ റൊമാൻറ്റിക് ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, ആസ്പെക്ട്സ് ആണ്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ എന്താണ്? ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട്സ് ഇൻ റൊമാൻറ്റിക് ലിറ്ററേച്ചർ. ഏതൊക്കെയാണ് ആ മൂന്ന് കാര്യങ്ങൾ? ഒന്ന് നേച്ചുറൽ ഫിനോമിന ഡിസ്ക്രിപ്ഷൻ, നേച്ചുറൽ ബ്യൂട്ടി ഡിസ്ക്രിപ്ഷൻ, അപ്പീൽ ഓഫ് നേച്ചർ ടു ദ സെൻസസ്, നമ്മുടെ കണ്ണുകളെ, നമ്മുടെ മൂക്കിനെ, അതുപോലെ തന്നെ നമ്മുടെ ചെവിയെ ഏത് രീതിയിൽ എങ്ങനെയാണ് പ്രകൃതി സ്വാധീനിക്കുന്നത്, ഇത് കൃത്യമായിട്ട് വിവരിക്കുക എന്നുള്ളത് റൊമാൻറ്റിക് ലിറ്ററേച്ചറിൻ്റെ ഒരു വലിയ സവിശേഷതയാണ്. നാലാമത്തേത് സിഗ്നിഫിക്കൻസ് ഓഫ് ഇമോഷൻ, ഇമോഷന്റെ പ്രാധാന്യമാണ്, വൈകാരികതയുടെ പ്രാധാന്യം. ഇതാണ് നാലാമത്തെ സവിശേഷത. റൊമാൻറ്റിക് മൂവ്മെന്റ് പ്ലേസ്ഡ് ഇമോഷൻസ് as a vital part of literature. Vital means important. സാഹിത്യത്തിൻ്റെ, ലിറ്ററേച്ചറിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായിട്ടാണ് റൊമാൻറ്റിക് മൂവ്മെന്റ് ഇമോഷനെ പ്ലേസ് ചെയ്തത്, ഇമോഷനെ വെച്ചത് അല്ലെങ്കിൽ കണ്ടത്. ശരിക്കും പ്ലേസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സ്ഥാപിക്കുക എന്നുള്ളതാണ്. അത്തരം ഒരു സ്ഥാനത്താണ് അവർ ഇമോഷനെ വെച്ചത്. അതായത് ഇമോഷന് വളരെയധികം പ്രാധാന്യം റൊമാൻറ്റിക് മൂവ്മെന്റ് ലിറ്ററേച്ചറിൽ നൽകിയിരുന്നു, വളരെ വലിയ പ്രാധാന്യം തന്നെ നൽകിയിരുന്നു. ഇമോഷൻസ് എന്ന് പറയുമ്പോൾ ഫീലിങ്സ്, ഇൻറ്റ്യൂഷൻസ്, മനസ്സിൻ്റെ തോന്നലുകൾ, അതുപോലെ തന്നെ പെർസെപ്ഷൻസ് ആൻഡ് ഇമ്പൾസസ്, മനുഷ്യൻ്റെ ഉള്ളിലെ മാനുഷികമായിട്ടുള്ള വികാരങ്ങൾ were celebrated in the works of the romantic authors. അപ്പോൾ റൊമാൻറ്റിക് ഓതേഴ്സിൻ്റെ വർക്കുകളിൽ ഇതെല്ലാമാണ് എന്ത് ചെയ്യുന്നത്? സെലിബ്രേറ്റ് ചെയ്തത്. എന്തൊക്കെ? മനുഷ്യൻ്റെ ഫീലിങ്സ്, ഇൻറ്റ്യൂഷൻസ് ആൻഡ് ഇമ്പൾസസ്, ഈ മൂന്ന് കാര്യങ്ങൾ. The literature of the period came to be associated with, ഈ ഒരു കാലഘട്ടത്തിലെ ലിറ്ററേച്ചർ, സാഹിത്യം അസോസിയേറ്റഡ് ആയിരുന്നു എന്തുമായിട്ട്? വിത്ത് എക്സ്പ്രസിങ് ഇൻഡിവിജ്വാലിറ്റി ആൻഡ് സെൽഫ്ഹുഡ്. അതായത് ഇൻഡിവിജ്വാലിറ്റി, വ്യക്തിയുടെ, എഴുത്തുകാരൻ്റെ വ്യക്തിത്വവും സെൽഫ്ഹുഡ്. ഇൻഡിവിജ്വാലിറ്റി എന്നും സെൽഫ്ഹുഡ് എന്ന് പറഞ്ഞാലും ഏകദേശം എന്തിനാണ്? വ്യക്തിത്വം, ആ ഒരു വ്യക്തി പ്രഭാവം, അല്ലെങ്കിൽ അയാളുടെ ഒരു ക്യാരക്ടർ, അയാളുടെ പേഴ്സണാലിറ്റി എക്സ്പ്രസ് ചെയ്യാം. അതുമായിട്ട് റൊമാൻറ്റിസിസത്തിന് ബന്ധമുണ്ടായിരുന്നു. റൊമാൻറ്റിസിസം സബ്ജക്റ്റീവ് ആയിരുന്നു. The literature of the period came to be associated with expressing individuality and selfhood. അഞ്ചാമത്തേത് ഇൻഡിവിജ്വാലിറ്റി ആണ്. എന്താണ് ഇൻഡിവിജ്വാലിറ്റി? ഞാൻ എന്ന് പറഞ്ഞാൽ എന്താണോ, എൻ്റെ ഉള്ളിലുള്ള ചിന്തകൾ, എൻ്റെ ബോധം, അതുപോലെ തന്നെ എൻ്റെ ഫീലിങ്സ്, ഇതൊക്കെയാണ് ഇൻഡിവിജ്വാലിറ്റി. The unique, irrational and emotional perspectives of the individual is, അതായത് ഒരു വ്യക്തിയുടെ ചിന്തകൾ, ഒരു വ്യക്തിയുടെ തോട്ട്, ഒരു വ്യക്തിയുടെ ഫീലിങ്സ്, ഇതെല്ലാം യുണീക്കാണ്. എന്താ കാരണം? എൻ്റെ തോട്ട്, എൻ്റെ ഫീലിങ്സ്, എൻ്റെ ഇമോഷൻസ് എൻ്റേത് മാത്രമാണ്. അത് തികച്ചും പേഴ്സണലാണ്. അതുകൊണ്ടാണ് യുണീക്ക് എന്ന് പറഞ്ഞത്. ദ യുണീക്കാണ്. അതുപോലെ തന്നെ ഇറാഷണൽ എന്ന് വെച്ചാൽ യുക്തിസഹമല്ല, ഇറാഷണൽ ആൻഡ് ഇമോഷണൽ പേഴ്സ്പെക്റ്റീവ്, വൈകാരികമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ ഓഫ് ദ ഇൻഡിവിജ്വൽ ഈസ് ക്രൂഷ്യൽ ഇൻ ദ റൊമാൻറ്റിക് മൂവ്മെന്റ്. അപ്പോൾ റൊമാൻറ്റിക് മൂവ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിയുടെ യുണീക്കായിട്ടുള്ളതും അതുപോലെ തന്നെ ഇറാഷണൽ ആയിട്ടുള്ള, എമോഷണൽ ആയിട്ടുള്ള പേഴ്സ്പെക്റ്റീവ്സ്, കാഴ്ചപ്പാടുകൾ
റൊമാൻറ്റിക് ലിറ്ററേച്ചറിനെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂഷ്യലാണ്, വളരെ നിർണായകമാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. ക്രൂഷ്യൽ എന്ന് പറഞ്ഞാൽ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് എന്നാണ് ക്രൂഷ്യൽ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വളരെ നിർണായകമാണ്. ഇറ്റ് പ്രൊവൈഡഡ്, റൊമാൻറ്റിക് ലിറ്ററേച്ചർ നൽകുന്നു, പ്രൊവൈഡ് ചെയ്യുന്നു കേട്ടോ. പ്രൊവൈഡ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അർത്ഥം അറിയേണ്ടായിരിക്കും അല്ലെ. ഗീവ്സ്, ഗീവ്, നൽകുക. പ്രൊവൈഡഡ് മീൻസ് ഗേവ്. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിവ് എന്നുള്ളതും പ്രൊവൈഡ് എന്നുള്ളതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൊവൈഡ് എന്നുള്ളത് ഒരു അക്കാദമിക് ടേമാണ്. അതായത് നമ്മൾ ഈ എക്സാം പഠന സംബന്ധമായ പുസ്തകങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു പദമാണ് ഏത്? പ്രൊവൈഡ്. അതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിൽ നമ്മൾ നോട്ട് എഴുതാണെങ്കിലും അതുപോലെ തന്നെ ബുക്സ് ഒക്കെ ആണെങ്കിലും നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യുക എന്തായിരിക്കും? അക്കാദമിക് വേർഡ്സ് ആയിരിക്കും കേട്ടോ. ഇറ്റ് പ്രൊവൈഡഡ് എ വെറൈറ്റി ഓഫ് സബ്ജക്റ്റ് മാറ്റർ. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ റൊമാൻറ്റിക് ലിറ്ററേച്ചറിൽ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സബ്ജക്റ്റ് മാറ്റർ കിട്ടും. അതായത് ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിവിജ്വലിൻ്റെ യുണീക്ക് ആയിട്ടുള്ള ഇറാഷണൽ ആയിട്ടുള്ള ഇമോഷണൽ പെർസ്പെക്റ്റീവാണ്. അപ്പോൾ ഓരോ വ്യക്തികളുടേതായിട്ടുള്ള ചിന്തകൾ ഓരോരുത്തരുടേതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായിട്ടുള്ള സബ്ജക്റ്റ് മാറ്റർ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു? റൊമാൻറ്റിക് ലിറ്ററേച്ചർ പ്രൊവൈഡ് ചെയ്യുന്നു. റൊമാൻറ്റിസിസം വ്യൂവ്ഡ് ആർട്ടിസ്റ്റ് ആസ് ആൻ ഇൻഡിവിജ്വൽ ക്രിയേറ്റർ. അതായത് റൊമാൻറ്റിക് ലിറ്ററേച്ചർ ഒരു കലാകാരനെ കാണുന്നത് ഇൻഡിവിജ്വൽ ക്രിയേറ്റർ ആയിട്ടാണ്. അതൊരു വ്യക്തിയാണ്. ആ വ്യക്തിയുടെ തോട്ട്, വ്യക്തിയുടെ ഇമോഷൻസ് ഒക്കെയാണ്. അപ്പോൾ ഒരു ക്രിയേറ്റർ, ഒരു ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇൻഡിവിജ്വൽ ക്രിയേറ്റർ ആണ്. മാത്രമല്ല ഹൂസ് ഔട്ട്പുട്ട്, ആ വ്യക്തിയിൽ നിന്നും പുറത്തേക്ക് വരുന്നത്, അതായത് അയാളുടെ മനസ്സിൽ നിന്നും പുറത്തേക്ക് വരുന്നത് എന്താണോ ആ വ്യക്തിയുടെ മൈൻഡിൽ നിന്നും ഉള്ളിൽ നിന്നും എമർജ് ചെയ്യുന്നത് അല്ലെങ്കിൽ കം ഔട്ട്പുട്ടായിട്ട് വരുന്നത്, ആ വരുന്നതിൽ എന്തുണ്ടായിരിക്കും? റിഫ്ലക്റ്റഡ് ഹിസ് ഓർ ഹെർ പേഴ്സണാലിറ്റി, ആ വ്യക്തിയുടെ പേഴ്സണാലിറ്റി ഉണ്ടായിരിക്കും. ഇപ്പം എൻ്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വരുന്ന വാക്കുകൾ, എൻ്റെ സംസാരം, എൻ്റെ രീതികൾ, എൻ്റെ ഉള്ളിൽ നിന്നും വരുന്നത് എൻ്റെ പേഴ്സണാലിറ്റിയാണ്. അതേപോലെ തന്നെയാണ് ഒരു റൈറ്റർ എന്ന് പറയുമ്പോൾ അതൊരു ഇൻഡിവിജ്വൽ ക്രിയേറ്ററാണ്. ആ ക്രിയേറ്ററിൽ നിന്നും പുറത്തേക്ക് വരുന്നത് എന്താണോ, കവിതയാണെങ്കിലും കഥയാണെങ്കിലും നോവലാണെങ്കിലും എന്ത് പറയുകയാണെങ്കിലും ശരി. ഇപ്പോൾ ഒരു റൈറ്റർ എഴുതുന്നത് വളരെ മോശമായിട്ടാണെന്നുണ്ടെങ്കിൽ അയാളെ എഴുതുന്നതിന് ആ വ്യക്തിയുമായിട്ട് ബന്ധമുണ്ട്. കാരണം അതൊരു ഇൻഡിവിജ്വൽ ക്രിയേറ്ററാണ് എന്നാണ് ഇവർ പറയുന്നത്. ഹൂസ് ഔട്ട്പുട്ട് റിഫ്ലക്റ്റഡ് ഹിസ് ഓർ ഹെർ പേഴ്സണാലിറ്റി ആൻഡ് മെൻ്റൽ സ്റ്റേറ്റ്. ആ വ്യക്തിയുടെ മാനസികാവസ്ഥ അയാൾ എഴുതുന്നതിൽ പ്രതിഫലിപ്പിക്കുന്നു. ഇത് എഴുത്തുകാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അല്ലേ. അപ്പോൾ ഇവിടെ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുത്തുകാർ എഴുതുന്നത് എന്താണോ അത് അവരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു റൈറ്റർ എഴുതുമ്പോൾ അയാൾ ശ്രദ്ധിക്കണം. കാരണം ആ എഴുതുന്നത് അയാളുടെ മാനസികാവസ്ഥയെ പ്രതിഫലിപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ റൊമാൻറ്റിക് റൈറ്റേഴ്സ് അല്ലെങ്കിൽ റൊമാൻറ്റിസിസം പറയുന്നത് എഴുതുന്നതിനും ആ വ്യക്തിക്കും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. ആറാമത്തേത് ദ എവരിഡേ ആൻഡ് ദ എക്സോട്ടിക്. ദ എവരിഡേ എന്ന് പറഞ്ഞാൽ സാധാരണ കാര്യങ്ങൾ, ദ എവരിഡേ നിത്യജീവിതം. ദ എക്സോട്ടിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അസാധാരണം, മീൻസ് ഓർഡിനറി എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് എക്സ്ട്രാ ഓർഡിനറി, ദാറ്റ് ഈസ് എക്സോട്ടിക്. ഇനി നോക്കൂ, എന്താണ് റൊമാൻറ്റിക് റൈറ്റേഴ്സ് സബ്ജക്റ്റായിട്ട് ഉപയോഗിച്ചിരുന്നത്? ദ കോമൺ എവരിഡേ ഇൻസിഡൻറ്റ്, സാധാരണ നിത്യജീവിത സംഭവങ്ങളെയാണ് അവർ ഉപയോഗിച്ചിരുന്നത്, അവർ സബ്ജക്റ്റ് മാറ്ററായിട്ട്. പക്ഷെ അങ്ങനെ ഉപയോഗിക്കുന്ന ആ എവരിഡേ കോമൺ ഇൻസിഡൻറ്റിനെ അവരെന്ത് ചെയ്തു? ട്രാൻസ്ഫോംഡ് ഇൻടു ആൻ എക്സോട്ടിക് വൺ. അതിനവർ ഒരു എക്സോട്ടിക് ലെവലിലേക്ക്, ഒരു സാധാരണ സംഭവമായിരിക്കും, ഒരു സാധാരണ ജീവിതത്തിൽ നിന്നും എടുക്കുന്ന ഒരു സംഭവം, അതായത് ഒരു നോർമൽ കോമൺ എവരിഡേ ലൈഫ് ഇൻസിഡൻറ്റ്, അത്തരം ഒരു ഇൻസിഡൻറ്റിനെ ഒരു എക്സോട്ടിക് ലെവലിലേക്ക് അവർ ട്രാൻസ്ഫോം ചെയ്തു. അങ്ങനെ ട്രാൻസ്ഫോം ചെയ്യുക എന്നുള്ളത് അതൊരു അവരുടെ കഴിവാണ്.
കാരണം അങ്ങനെ ട്രാൻസ്ഫോം ചെയ്യാൻ അവർക്ക് പറ്റി എന്നുള്ളത് റൊമാൻറ്റിക് റൈറ്റേഴ്സിൻ്റെ ഒരു കഴിവാണ്. അവരങ്ങനെ ആ ഒരു തലത്തിലേക്ക് അവർ ട്രാൻസ്ഫോം ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ നമുക്കതിലൊരു പുതുമ കാണും അല്ലേ? റൊമാൻറ്റിക് റൈറ്റേഴ്സ് എങ്ങനെയാണ് ഈ സാധാരണ സംഭവങ്ങളെ ഒരു എക്സോട്ടിക് ലെവലിലേക്ക് അവരെങ്ങനെ ട്രാൻസ്ഫോം ചെയ്തു എന്നുള്ളതാണ്. അവരെങ്ങനെ മാറ്റിയെടുത്തു, അല്ലെങ്കിൽ അവർക്കതിന് എങ്ങനെ കഴിഞ്ഞു എന്നുള്ളതാണ്. എങ്ങനെയാണ് അവർക്ക് കഴിഞ്ഞത്? ഇത്തരത്തിൽ അവരുടെ വർക്കുകൾക്ക് വേണ്ടി സെലക്ട് ചെയ്യുന്ന സിമ്പിളായിട്ടുള്ള കോമൺ എവരിഡേ ഇൻസിഡൻസിനെ ഈ റൊമാൻറ്റിക് റൈറ്റേഴ്സ് എന്ത് ചെയ്തു? ഇന്റർമിക്സ് ഹാപ്പനിങ്സ് ഫ്രം കോമൺ ലൈഫ്, നമ്മുടെ സാധാരണ ജീവിതത്തിലുള്ള കോമൺ ലൈഫിൽ നിന്നും എടുക്കുന്ന ഹാപ്പനിങ്സ്, സംഭവങ്ങളെ അവർ ഇന്റർമിക്സ് ചെയ്തു, കൂട്ടിക്കലർത്തുക. എന്തുമായിട്ട്? വിത്ത് ഫാൻറ്റസി ആൻഡ് മിസ്റ്ററി. വിത്ത് ഫാൻറ്റസി ആൻഡ് മിസ്റ്ററി, അതായത് നിഗൂഢതയുമായിട്ട്. മിസ്റ്ററി എന്ന് പറഞ്ഞാൽ എന്താ? നിഗൂഢത. ഫാൻറ്റസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതങ്ങൾ. ഇതുമായി കൂട്ടിക്കലർത്തുക. ഇത് രണ്ടും പാടെ അങ്ങോട്ട് കൂടിച്ചേരുമ്പോൾ, അതായത് ലൈഫിലെ ഓർഡിനറി ഇൻസിഡൻസ് പ്ലസ് ഫാൻറ്റസി ഓർ മിസ്റ്ററി, ഇത് രണ്ടും പാടെ അങ്ങോട്ട് കൂട്ടിക്കുഴച്ച് കഴിഞ്ഞാൽ ഈ ഒരു സബ്ജക്റ്റ് എക്സോട്ടിക് ആയിട്ട് മാറും. അങ്ങനെ മാറ്റാൻ അവർക്കൊരു പ്രത്യേക കഴിവുണ്ടായിരുന്നു. ആ തരത്തിൽ അവർ മാറ്റി. മാത്രമല്ല ദിസ് ടെക്നിക്ക്, ഈ ടെക്നിക്ക് ഉണ്ടല്ലോ, ഈ ഒരു ഇന്റർമിക്സ് ചെയ്യുന്ന ടെക്നിക്ക്, കാരണം അവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, അവിടെ ആ ഒരു ഇന്റർമിക്സിങ്ങിന് ഒരു റേഷ്യോ ഉണ്ടായിരിക്കും. അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുമ്പോഴാണ് അത് അടിപൊളിയായിട്ട് വരിക അല്ലേ? നമ്മളിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ചായ ഉണ്ടാക്കുമ്പോൾ വെള്ളം, പാല്, പഞ്ചസാര, അതുപോലെ തന്നെ ചായപ്പൊടി, ഇതിനൊരു റേഷ്യോ ഉണ്ട്. ആ റേഷ്യോ കറക്റ്റായിട്ട്, അനുപാതം കറക്റ്റ് ആകുമ്പോഴാണ് ചായ അടിപൊളിയാവുക. അതേപോലെ തന്നെയാണ് ഈ ഇന്റർമിക്സ് ചെയ്യുക എന്ന് പറയുന്ന ടെക്നിക്ക്. അതിൻ്റെ ഒരു റേഷ്യോ ഉണ്ട്, അത് അടിപൊളി. റേഷ്യോ കറക്റ്റ് ആയി കഴിഞ്ഞാൽ ആ വർക്ക് എന്താവും? അടിപൊളിയാവും. അപ്പോൾ ഈ ഒരു ടെക്നിക്ക് അലോവ്ഡ് ദം, ഈ ടെക്നിക്കാണ് അവരെ അലോ ചെയ്തത്, അവരെ അനുവദിച്ചത്. എന്തിന്? ടു ട്രാൻസ്ഫോം ദ സബ്ജക്റ്റ് ടേക്കൺ ഫ്രം എവറിഡേ ലൈഫ്. എവറിഡേ ലൈഫിൽ നിന്നും അവരെടുക്കുന്ന സബ്ജക്റ്റുകളെ എന്തു ചെയ്യാം? ട്രാൻസ്ഫോം ചെയ്യാം. ട്രാൻസ്ഫോം ദ സബ്ജക്ട്സ് ടേക്കൺ ഫ്രം എവറിഡേ ലൈഫ് ഇൻ ടു ആൻ എക്സോട്ടിക് വൺ. ഏത് തലത്തിലേക്ക്? സാധാരണ ലൈഫിൽ നിന്നും അവരെടുക്കുന്ന സബ്ജക്റ്റുകളെ ഒരു എക്സോട്ടിക് ലെവലിലേക്ക് ഈ ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് അവര് ട്രാൻസ്ഫോം ചെയ്തു. അപ്പൊ ആ ടെക്നിക്ക് ഏതാന്ന് ഒരു മാർക്കിനൊക്കെ ചോദിച്ചാൽ മനസ്സിലായില്ലേ? ടെക്നിക്ക് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇന്റർമിക്സിങ് എവറിഡേ ഇൻസിഡൻസ് വിത്ത് എന്തുമായിട്ടാ? വിത്ത് ഫാൻറ്റസി ആൻഡ് മിസ്റ്ററി. അപ്പൊ ഇതുകൂടെ കഴിഞ്ഞു. അടുത്ത ഏഴാമത്തെ ലാസ്റ്റ് വണ്ണാണ്. എന്താന്ന് വെച്ചാൽ ലാസ്റ്റ് വൺ പറയുന്നത് സൂപ്പർ നാച്ചുറൽ എലമെന്റ്സ്. സൂപ്പർ നാച്ചുറൽ എലമെന്റ്സ്. എന്താ സൂപ്പർ നാച്ചുറൽ എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ? അതായത് അസാധാരണം അല്ലെങ്കിൽ അമാനുഷികമായിട്ടുള്ള ശക്തികൾ, അമാനുഷിക ശക്തികളുടെ ഒരു ഒഴുക്ക് അല്ലെങ്കിൽ ഒരു ഫ്ലോ, അത് ഇതിലുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അമാനുഷികമായിട്ടുള്ള, അതായത് ദൈവങ്ങളോ പിശാചുകളോ അല്ലെങ്കിൽ മാലാഖമാരോ അതുപോലെയൊക്കെയുള്ള പ്രേത ഭൂത പിശാചുക്കൾ അല്ലെ, ഇതുപോലുള്ള സംഭവങ്ങൾ സൂപ്പർ നാച്ചുറൽ എലമെന്റ്സ്. The supernatural and the occult were frequently used in romantic literature. അപ്പോൾ റൊമാൻറ്റിക് ലിറ്ററേച്ചറിൽ ഫ്രീക്വൻ്റ് ആയിട്ട്, സ്ഥിരമായിട്ട്, ഇടതടവില്ലാതെ ഫ്രീക്വൻ്റ് ആയിട്ട് നമുക്ക് സൂപ്പർ നാച്ചുറൽ അതുപോലെ തന്നെ ദ ഒക്കൽട്ട് പവേഴ്സ്, ഒക്കൽട്ടിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. ഒക്കൽട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാജിക് പവേഴ്സ്, മാന്ത്രിക ശക്തികൾ കേട്ടോ. ഒക്കൽട്ട് മാന്ത്രിക ശക്തികളെ നമുക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് റൊമാൻറ്റിക് ലിറ്ററേച്ചറിൽ ഉപയോഗിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. റൊമാൻറ്റിക് ലിറ്ററേച്ചർ ഓഫൺ കണ്ടെയ്ൻഡ് സ്റ്റോറീസ്. റൊമാൻറ്റിക് ലിറ്ററേച്ചറിൽ പലപ്പോഴും വരുന്ന കഥകൾ സ്റ്റോറീസിൽ അടങ്ങിയിരുന്നു. എന്തടങ്ങിയിരുന്നു? കണ്ടെയ്ൻഡ്. റൊമാൻറ്റിക് ലിറ്ററേച്ചർ ഓഫൺ കണ്ടെയ്ൻഡ്. റൊമാൻറ്റിക് ലിറ്ററേച്ചറിൽ പലപ്പോഴും അടങ്ങിയിരുന്നു സ്റ്റോറീസ് ടേക്കൺ ഫ്രം സൂപ്പർ നാച്ചുറൽ ആൻഡ് മിത്തിക്കൽ സോഴ്സസ്. മിത്തുകൾ ഉണ്ടല്ലോ, ഐതിഹ്യങ്ങൾ, പുരാണങ്ങൾ, അത്തരം ഉറവിടങ്ങളിൽ നിന്നും എടുക്കുന്ന കഥകൾ. അപ്പൊ എന്തൊക്കെയാ പറയുന്നത്? സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള മിത്തിക്കൽ സോഴ്സ്,
സൂപ്പർ നാച്ചുറൽ ഓർ മിത്തിക്കൽ സോഴ്സുകൾ. ഇവ നമ്മളെ സംബന്ധിച്ചിടത്തോളം മിത്തുകൾ അല്ലെ, മിത്ത് ഐതിഹ്യങ്ങൾ അല്ലെ. ഇവ നമ്മൾ രാമായണം എന്നൊക്കെ പറയുമ്പോൾ ഐതിഹ്യമായിട്ടുള്ള ഗ്രന്ഥമാണത്. അപ്പൊ അത്തരത്തിൽ ഐതിഹ്യങ്ങൾ മിത്തിക്കലായിട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പൊ ബൈബിള് പോലെയോ അല്ലെങ്കിൽ ഖുർആൻ പോലെയൊക്കെയുള്ള ഇപ്പൊ എന്ത് ചെയ്യാണ്, അമാനുഷികമാണത് അല്ലെ, മാനുഷികമല്ലല്ലോ. അത്തരത്തിലുള്ള സൂപ്പർ നാച്ചുറൽ ആൻഡ് മിത്തിക്കൽ സോഴ്സ്, അമാനുഷികമായിട്ടുള്ള ഉറവിടങ്ങൾ, അണർത്തിലി ആയിട്ടുള്ള സോഴ്സുകൾ, അത്തരം സോഴ്സുകളിൽ നിന്നും എടുത്തിട്ടുള്ള കഥകൾ റൊമാൻറ്റിക് ലിറ്ററേച്ചറിൽ അടങ്ങിയിരുന്നു. The imagery and symbols used in romantic poetry displayed the same inspiration. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള റൊമാൻറ്റിക് പോയട്രിയിൽ കാണുന്ന ഇമാജറികളും സിംബലുകളും സാധാരണമായിട്ടുള്ളതല്ല. ഇത്തരത്തിലുള്ള അസാധാരണമായിട്ടുള്ള സിംബലുകൾ, ഇത്തരത്തിലുള്ള അസാധാരണമായിട്ടുള്ള ഇമാജറികളും സിംബലുകളും, റൊമാൻറ്റിക് പോയട്രിയിൽ യൂസ് ചെയ്യുന്ന ഇത്തരം അസാധാരണമായിട്ടുള്ള സിംബലുകളും ഇമാജറികളും കാണിക്കുന്നത് ഇതേ സംഭവം തന്നെയാണ്. ഏത്? സൂപ്പർ നാച്ചുറൽ എലമെന്റ്സിന്റെ ആ ഒരു ഒഴുക്ക് അല്ലെങ്കിൽ അതിന്റെ പ്രസൻസിനെ തന്നെയാണ് കാണിക്കുന്നത്. നോക്കൂ, കാസിൽസ് കൊട്ടാരങ്ങള്, അതുപോലെ തന്നെ ഡാർക്ക് ഫോറസ്റ്റ്, മാജിക്കൽ ബീയിങ്സ് മാന്ത്രിക ശക്തിയുള്ള കഥാപാത്രങ്ങള്, മിസ്റ്റിക്കൽ വിഷൻ നിഗൂഢമായിട്ടുള്ള കാഴ്ചകള്, അതുപോലെ തന്നെ ആൻഡ് ഡ്രീംസ് വുഡ് അപ്പിയർ ഇൻ ദീസ് വർക്ക്സ്. ഇതെല്ലാം ഈ റൊമാൻറ്റിക് വർക്കുകളിൽ നമുക്ക് കാണാം. എന്തൊക്കെയാ റൊമാൻറ്റിക് വർക്കുകൾ നമുക്ക് കാണാൻ പറ്റുക? കാസിൽസ് കൊട്ടാരങ്ങള്, ഡാർക്ക് ഫോറസ്റ്റ്, മാജിക്കൽ ബീയിങ്സ്, മിസ്റ്റിക്കൽ വിഷൻസ് ആൻഡ് ഡ്രീംസ് വുഡ് അപ്പിയർ ഇൻ ദീസ് വർക്ക്സ്. ഈ വർക്കുകളിൽ ഇവയെല്ലാം അപ്പിയർ ചെയ്തിരുന്നു. അപ്പൊ ഇത്രയാണ് റൊമാൻറ്റിക് ലിറ്ററേച്ചറിന്റെ ഫീച്ചേഴ്സ്. ഇനി ഒരു 2 സിമ്പിൾ ക്വസ്റ്റ്യൻസ്, 2 മാർക്കിനുള്ള 2 ക്വസ്റ്റ്യൻസ് കൂടി പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഞാൻ ചോദിച്ച് കണ്ടിട്ടുണ്ട്. വാട്ട് ഈസ് നെഗറ്റീവ് കാപ്പബിലിറ്റി? വാട്ട് ഈസ് നെഗറ്റീവ് കാപ്പബിലിറ്റി? എന്താണ് നെഗറ്റീവ് കാപ്പബിലിറ്റി? കേട്ടോളൂ. നെഗറ്റീവ് കാപ്പബിലിറ്റി റെഫേഴ്സ്, നെഗറ്റീവ് കാപ്പബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, റെഫർ ചെയ്യുന്നത്, പരാമർശിക്കുന്നത് ടു ദ മെന്റൽ കാപ്പബിലിറ്റി ഓഫ് ദി ആർട്ടിസ്റ്റ്. ആർട്ടിസ്റ്റിന്റെ മാനസികമായിട്ടുള്ള കഴിവാണ് മെന്റൽ കാപ്പബിലിറ്റി. എന്തിന്? ടു പെർസ്യൂ എ തോട്ട് ഈവൻ വെൻ ഇറ്റ് ലീഡ്സ് ദം ടു കൺഫ്യൂഷൻ ആൻഡ് ഇന്റലക്ച്വൽ ഡൗട്ട്. അതായത് ഒരു ചിന്ത, ആ ചിന്ത ആർട്ടിസ്റ്റിനെ ബുദ്ധിപരമായിട്ട് സംശയത്തിലേക്കും ഇന്റലക്ച്വൽ ഡൗട്ടിലേക്കും കൺഫ്യൂഷനിലേക്കും ഒരു ചിന്ത ആർട്ടിസ്റ്റിനെ നയിക്കുമെങ്കിലും, അത്തരം ഒരു അവസ്ഥയിലേക്ക് ആർട്ടിസ്റ്റിനെ കൊണ്ടെത്തിക്കുമെങ്കിലും അത്തരം ഒരു തോട്ടിനെ ഫോളോ ചെയ്യാനുള്ള മെന്റൽ കാപ്പബിലിറ്റി, അതായത് ആ ചിന്ത അത്തരം ഒരു വിഷയത്തെ ചിന്തിച്ചു കഴിഞ്ഞാൽ എങ്ങോട്ടെത്തും? കൺഫ്യൂഷനിലേക്ക് എത്തും. പക്ഷെ എന്നിട്ടും അത്തരം കാര്യങ്ങൾ ചിന്തിക്കാൻ, അത്തരം കാര്യങ്ങളെ ഫോക്കസ് ചെയ്യാനുള്ള കവിയുടെ മാനസികമായിട്ടുള്ള കഴിവാണ് നെഗറ്റീവ് കാപ്പബിലിറ്റി. പക്ഷെ നല്ല കാര്യമല്ല. അതുകൊണ്ട് എത്തുന്നത് എങ്ങോട്ടായിരിക്കും? കൺഫ്യൂഷനിലേക്ക്, ആശയക്കുഴപ്പം, ഡൗട്ട്, അങ്ങനെ അതിലേക്കായിരിക്കും അത് കൊണ്ടെത്തിക്കുക. പക്ഷെ എന്നാൽ പോലും അത്തരം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ, അവയെ പെർസ്യൂ ചെയ്യുക, അവയെ ഫോളോ ചെയ്യുക. പെർസ്യൂ എന്ന വാക്കിനർത്ഥം ഫോളോ എന്നാണ്. അപ്പൊ അത്തരം ചിന്തകളെ പെർസ്യൂ ചെയ്യുക, ഫോളോ ചെയ്യാനുള്ള ആർട്ടിസ്റ്റിന്റെ മെന്റൽ കാപ്പബിലിറ്റി, ദാറ്റ് മീൻസ് മെന്റൽ പവർ, ആ ഒരു കഴിവിനെയാണ് നെഗറ്റീവ് കാപ്പബിലിറ്റി എന്ന് പറയുന്നത്. ഈ നെഗറ്റീവ് കാപ്പബിലിറ്റി എന്ന് പറയുന്ന ടേം, ആരാണ് ആ ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തത് നിങ്ങൾക്കറിയോ? ആ ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഷെല്ലിയാണ്. സോറി, ഷെല്ലി അല്ല, മാറിപ്പോയി, കീറ്റ്സ് ആണ്. ആരാണ്? കീറ്റ്സ്. ദ ടേം വാസ് ഡെവലപ്ഡ് ബൈ ജോൺ കീറ്റ്സ്. അതും കൂടി ഓർത്തു വെക്കട്ടോ. ഒരു മാർക്കിന് ആരാണ് ആ ടേം അല്ലെ? ഹു ഇൻട്രൊഡ്യൂസ് ദ ടേം നെഗറ്റീവ് കാപ്പബിലിറ്റി? ആരാ? ജോൺ കീറ്റ്സ്. ഒരു ചോദ്യം കൂടി ഉണ്ട്, അതും കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം കേട്ടോ. ഇതാണ് ബ്രീഫ്ലി ഡിസ്കസ് ദ ജോണർ ഗോത്തിക് നോവൽ ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ഗോത്തിക് നോവൽ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, ഒരു
ടേം ഉണ്ട്, ഗോത്തിക് നോവൽ. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം, 2 മാർക്കിന്. എന്താണ് ഗോത്തിക് നോവൽ? ചോദിച്ച് കണ്ടൊരു ചോദ്യം കേട്ടോ, ഗോത്തിക് നോവൽ. അതുപോലെ തന്നെയാണ് റൊമാൻറ്റിക് പീരീഡിന്റെ ഫീച്ചേഴ്സും പാരഗ്രാഫ് ക്വസ്റ്റ്യൻ കേട്ടോ, 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നോക്കൂ, എന്താണ് ഗോത്തിക് നോവൽ? കേട്ടോളൂ കേട്ടോ. എ ഗോത്തിക് നോവൽ ഈസ് എ വർക്ക് ഓഫ് ഫിക്ഷൻ. അതൊരു സാങ്കല്പികമായിട്ടുള്ള ഒരു വർക്ക് ഓഫ് ഫിക്ഷൻ ആണ്, അതൊരു നറേറ്റീവ് ആണ്. എന്നാൽ ദാറ്റ് ഇൻക്ലൂഡ്സ് എലമെന്റ്സ് ഓഫ് ഫിയർ. അതിൽ എന്തുണ്ടായിരിക്കും? ഭയത്തിന്റെയും ഹൊററിന്റെയും ഗ്ലൂം, ഇതിന്റെയൊക്കെ എലമെന്റ്സ് ഉണ്ടാവും. അപ്പൊ എന്താ പറയുന്നത്? ഇൻക്ലൂഡ്സ് എലമെന്റ്സ് ഓഫ് ഫിയർ, ഹൊറർ, ഗ്ലൂം, ഇതൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് എന്ത്? ഗോത്തിക് നോവൽ എന്ന് പറഞ്ഞാൽ. മാത്രമല്ല ഓഫൺ സെറ്റ്, പലപ്പോഴും അത്തരം നോവലിൻ്റെ ഒരു സെറ്റ് എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു പശ്ചാത്തലം അല്ലെങ്കിൽ ആ ഒരു കഥ നടക്കുന്നത് ഇൻ എ ഡാർക്ക് ഐസൊലേറ്റഡ് ഒക്കേഷൻ, ഐസൊലേറ്റഡ് ലൊക്കേഷൻ, ഒറ്റപ്പെട്ട ഇരുണ്ട ആളില്ലാത്ത ഒരു സെറ്റ്. അത്തരം ഒരു പശ്ചാത്തലത്തിലേക്കാണ് നമ്മളെ ഭയപ്പെടുത്തുന്ന, ഹൊററുള്ള, ഫിയർ ഉള്ള, ഗ്ലൂമി ആയിരിക്കുന്ന, സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം പറയുന്ന കഥയായിരിക്കും. ഗോത്തിക് നോവൽസ് ഓഫൺ ഫീച്ചേഴ്സ്. ഈ ഗോത്തിക് നോവലിന് പലപ്പോഴും അതിൻ്റെ സവിശേഷതയായിട്ട് മിസ്റ്റീരിയസ് പ്ലോട്ടായിരിക്കും. അതിൻ്റെ കഥ എന്ന് പറയുന്നത് നിഗൂഢമായിരിക്കും. കാരണം നമുക്ക് അത്ഭുതം സൃഷ്ടിക്കുന്ന, നമുക്ക് അറിയാത്ത പലതും കഥയിലുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ കഥ, അതിൻ്റെ പ്ലോട്ട് മിസ്റ്റീരിയസ് ആയിരിക്കും. അതുപോലെ തന്നെ സൂപ്പർ നാച്ചുറൽ ബീയിങ്സ്, അമാനുഷികമായിട്ടുള്ള കാര്യങ്ങൾ അതിലുണ്ടായിരിക്കും. അതുപോലെ തന്നെ മോറലി ഗ്രേറ്റ് ക്യാരക്ടേഴ്സ്, അതുപോലെ തന്നെ അതിലെ കഥാപാത്രങ്ങൾ എന്തായിരിക്കും? നമുക്ക് അവ്യക്തമായ അല്ലെ കുറച്ച് ബുദ്ധിമുട്ടുള്ള അത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ, മനസ്സിലാക്കാൻ പ്രയാസമുള്ള കഥാപാത്രങ്ങളായിരിക്കും. ഇനി ഗോത്തിക് നോവൽ ഒരു എക്സാമ്പിൾ, കാസിൽ ഓഫ് ഒട്രാൻഡോ. ആരാ ഇത് എഴുതിയത്? ബൈ ഹൊറൈസ് വാൾപോൾ. ഹൊറൈസ് വാൾപോളിന്റെ, ഞാൻ പേരുമാണ് ഷോർട്ടാക്കിയിട്ട് ഹൊറൈസ്. ഇപ്പോൾ ഹൊറൈസ് എന്ന പേരിൽ തന്നെയാണ് അദ്ദേഹം, ആ പേരാണ് വളരെ, അദ്ദേഹത്തിന്റെ മുഴുവൻ പേരാണ് എന്ത്? ഹൊറൈസ് വാൾപോൾ. അദ്ദേഹത്തിന്റെ ദ കാസിൽ ഓഫ് ഒട്രാൻഡോ എന്നുള്ളത് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഗോത്തിക് നോവൽ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എന്ത് ചെയ്യുക? വളരെ ശ്രദ്ധിച്ച് ക്ലാസ് കേൾക്കുക, അതുപോലെ തന്നെ പഠിക്കുക. അതായത് ഇൻട്രൊഡക്ഷൻ ടു ലിറ്ററേച്ചർ എന്നുള്ളത് ജസ്റ്റ് വെറും കേട്ടത് കൊണ്ട് മാത്രം എഴുതാൻ പറ്റിയൊരു പേപ്പർ അല്ല. ഞാൻ പറയാത്ത നിങ്ങൾക്കറിയാലോ, കോർ പേപ്പറാണ്. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യേണ്ടി വരും? ഒന്ന് ശ്രദ്ധ കൊടുത്ത് കേൾക്കുക, വായിക്കുക, പഠിക്കുക കേട്ടോ. എന്നാൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.